ഹലോ വെൽക്കം ടു ഇന്റഗ്രേറ്റഡ് ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഉള്ള ചാപ്റ്ററിനെ കുറിച്ചായിരിക്കും പഠിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് ആയിരിക്കും പഠിക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ, എന്താണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ആവശ്യം? ഈ ഉദാഹരണത്തിന് ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ടേബിളിൻ്റെ ഒരു വാല്യൂ 5 ആണെന്ന് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല അത് എന്താണ്, അതിൻ്റെ ലെങ്ത് ആണോ 5, അല്ല 5 മീറ്റർ ലെങ്ത് ആണ് പറയുന്നത്, അതോ അതിൻ്റെ വെയിറ്റ് വല്ല 5 കിലോഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞത് ഡൗട്ട് അടിക്കും. അപ്പോൾ അവിടെ ഒരു യൂണിറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുമ്പോൾ നമുക്കൊരു യൂണിറ്റ് നിർബന്ധമാണ്. ഇനി അതേ സ്ഥാനത്ത് ഞാനിവിടെ 5 മീറ്റർ എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, 5 മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഞാൻ പറയുന്ന ലെങ്തിനെ കുറിച്ചാണ്. 5 കിലോഗ്രാം എന്ന് പറഞ്ഞെങ്കിലും ഈസി ആയിട്ട് എനിക്ക് മനസ്സിലാക്കാം അത് മാസിനെ കുറിച്ചാണ്. സോ ഇതാണ് നമ്മൾ യൂണിറ്റ് ഉള്ളതിൻ്റെ ഒരു ഉപകാരം. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുമ്പോൾ അവിടെ എന്താണെങ്കിലും ഒരു യൂണിറ്റ് കൂടെ വേണം, ഒരു നമ്പർ വേണം, അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് വേണം. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. സോ അതുകൊണ്ടാണ് ഇതൊരു ബേസ് ചാപ്റ്റർ പഠിക്കാനുള്ള കാരണം.